Hi friends, welcome to Bosco Campus Vision. In this video, I am going to discuss about the topics schema, pre-schema architecture and instance in database management system. In last video, we discussed some basic concepts in database management system and advantages of database management system. So let's move on to the first slide. Database schema is the overall design of database. It is the skeleton structure that represents the logical view of entire database. ഡേറ്റാബേസിൻ്റെ ഓവറോൾ ഡിസൈനെയാണ് നമ്മൾ സ്കീമ എന്ന് പറയുന്നത്. ഈ സ്കീമയ്ക്കകത്ത് എങ്ങനെ ഈ ഡേറ്റയെ ഓർഗനൈസ് ചെയ്തിരിക്കുന്നു, ഇവർ തമ്മിലുള്ള റിലേഷൻസ് എങ്ങനെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യുന്നു. അതായത് എന്തൊക്കെ ടൈപ്പ് ഓഫ് ഡേറ്റ ഈ ഡേറ്റാബേസിൻ്റെ അകത്തുണ്ട്, ഏത് ടൈപ്പ് ഓഫ് ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ ഏതൊക്കെ ആട്രിബ്യൂട്ട്സ് ആണ് ഇതിലുള്ളത്, ആ ആട്രിബ്യൂട്ടിൻ്റെ അകത്ത് എന്തൊക്കെ വാല്യൂസ് ഉണ്ട്, എത്ര റെക്കോർഡുകൾ ഇതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ സ്കീമയ്ക്കകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു റിലേഷൻ്റെ അകത്ത് എങ്ങനെ നമ്മൾ ഈ ഡേറ്റയെ സ്റ്റോർ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഓവറോൾ ഡിസൈനാണ് സ്കീമ നമുക്ക് തരുന്നത്. ഈ ഓർഗനൈസേഷൻ എങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ SQL പ്രൊവൈഡ് ചെയ്യുന്ന സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് പ്രൊവൈഡ് ചെയ്യുന്ന ഡേറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് DDL എന്ന് പറയും. ഡേറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണ് ഈ സ്കീമയുടെ ഡിസൈനിങ് പ്രോസസ്സ് പലപ്പോഴും പറയുന്നത്. ഈ ഡേറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് അല്ലെങ്കിൽ SQLൻ്റെ കാറ്റഗറിയിൽ വരുന്ന ഒന്നാണ് DDL. ഇതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സെക്കൻഡ് മൊഡ്യൂളിൽ SQL പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ബ്രീഫായിട്ട് നമ്മളിതിൽ പറയുന്നുള്ളൂ. ഈ DDL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ അധികം കമാൻഡുകൾ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. മെയിനായിട്ടും ഈ ഡേറ്റ ഡെഫിനിഷൻ ലാംഗ്വേജിൻ്റെ അകത്ത് വരുന്നത് ക്രിയേറ്റ്, ഓൾട്ടർ, ഡ്രോപ്പ് ഇങ്ങനെയുള്ള കമാൻഡുകളാണ് ഡേറ്റ ഡെഫിനിഷൻ ലാംഗ്വേജിൻ്റെ അകത്ത് വരുന്നത്. അതായത് ഒരു ഡേറ്റാബേസിന് അല്ലെങ്കിൽ ഒരു റിലേഷന് ക്രിയേറ്റ് ചെയ്യുക, അതിൻ്റെ അകത്ത് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ അത് ഓൾട്ടറേഷൻ വരുത്തുക, പിന്നെ അതിന് നമുക്ക് ഡ്രോപ്പ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് മെയിനായിട്ടും വരുന്ന ഡേറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. സോ ഇതുപയോഗിച്ചാണ് ഇതിൻ്റെ അകത്തൊരു ഡിസൈൻ പ്രോസസ്സ് നോർമലി നമ്മൾ നടത്തുന്നത്. ഈ ഡേറ്റാബേസ് സ്കീമയാണെങ്കിൽ നമ്മുടെ ഈ റിലേഷൻ്റെ അകത്ത് എന്തൊക്കെ എൻറ്റിറ്റീസ് ഉണ്ട്, അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്, ഇതെല്ലാം കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തു തരും. സോ ഇറ്റ് ഈസ് ദ ഓവറോൾ ഡിസൈൻ ഓഫ് ഡേറ്റാബേസ് എന്ന് നമുക്ക് എന്തിനെ വിളിക്കാം, ഈ സ്കീമയെ വിളിക്കാം. അതായത് ഒരു റിലേഷൻ്റെ ഓവറോൾ ഡിസൈനിങ് പാറ്റേൺ, ആ ഇൻഫോർമേഷൻ, അതിൻ്റെ അകത്തുള്ള എന്തൊക്കെ ആട്രിബ്യൂട്ടുകളുണ്ട്, അവ പരസ്പരം എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു, എന്തൊക്കെ ടൈപ്പ് ഓഫ് ഡേറ്റാസ് ഉണ്ട്, എന്തൊക്കെ ആട്രിബ്യൂട്ടുകളുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ റെക്കോർഡ്സ്, ഏതൊക്കെ റെക്കോർഡ്സ് ഉണ്ട്, ഇതിനെപ്പറ്റിയുള്ള ഉള്ളൊരു ഡിസ്ക്രിപ്ഷനാണ് നമുക്ക് അതിൻ്റെ അകത്ത് തരുന്നത്. സോ ഈ ഒരു ഡീറ്റെയിൽസ്, അതായത് ഈ ഡേറ്റാബേസിൻ്റെ അകത്ത് അടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് സ്കീമ ഡയഗ്രാം ഉപയോഗിച്ച് മനസ്സിലാക്കിയെടുക്കാവുന്നതാണ്. സോ ഈ ഡേറ്റാബേസ് സ്കീമ എന്ന് പറയുമ്പോൾ അതിനെപ്പറ്റിയുള്ള ഓവറോൾ ഐഡിയ നമുക്ക് തരുന്നു. മാത്രമല്ല ഇത് ഡേറ്റാബേസ് പ്രോഗ്രാമേഴ്സിന് കുറച്ച് ആഴത്തിൽ ഈ ഡേറ്റാബേസിനെ പറ്റി മനസ്സിലാക്കാനായിട്ട് ഈ ഡേറ്റാബേസ് സ്കീമ കൊണ്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഡേറ്റാബേസ് ഡിസൈനേഴ്സ് കൂടുതലായിട്ടും ഈ സ്കീമ ഡിസൈൻ ചെയ്യുന്നത് ഡേറ്റാബേസ് ഡിസൈനേഴ്സാണ്. അവർ ചെയ്യുന്നതിൻ്റെ മെയിൻ ഒരു ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ഈ ഡേറ്റാബേസ് പ്രോഗ്രാമേഴ്സ്, ഇതിൻ്റെ അകത്തുള്ള പ്രോഗ്രാമേഴ്സിന് ഈ ഡേറ്റാബേസിനെ പറ്റിയുള്ള കൃത്യമായിട്ടൊരു ഐഡിയ ഈ സ്കീമയിലൂടെ കിട്ടും. കാര്യം എന്ത് റിലേഷനാണ്, എന്തൊക്കെ ആട്രിബ്യൂട്ടുകൾ അതിൻ്റെ അകത്തുണ്ട്, അതിൻ്റെ അകത്ത് എന്തൊക്കെ ഇൻഫോർമേഷൻസ് അടങ്ങിയിട്ടുണ്ട്, എത്ര റെക്കോർഡുകളുണ്ട്, എത്ര ആട്രിബ്യൂട്ടുകളുണ്ട്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇതിൻ്റെ അകത്ത് നമുക്ക് മനസ്സിലാക്കാം. സോ സ്കീമ ഈസ് നത്തിങ് ബട്ട് ദ ഓവറോൾ ഡിസൈൻ ഓഫ് ഡേറ്റാബേസ്. ആ ഡേറ്റാബേസിനെ പറ്റിയുള്ള
ഒരു ടോട്ടൽ കോൺസെപ്റ്റ്, ലോജിക്കൽ വ്യൂ ഓഫ് ദാറ്റ് എൻറ്റയർ ഡേറ്റാബേസ് നമുക്ക് ഈ സ്കീമയിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എന്തൊക്കെ ആട്രിബ്യൂട്ടുകളുണ്ട്, അവർ തമ്മിലുള്ള റിലേഷൻസ് എന്താണ്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം സ്കീമയ്ക്കകത്ത് ഉൾക്കൊണ്ടിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് ദ ഓവറോൾ ഡിസൈൻ ഓഫ് ഡേറ്റാബേസ്. 3 schema architecture or 3 level architecture. In 3 schema architecture, 3 levels are included: external level, logical level and internal level. 3 schema architectureൽ 3 levels ആണ് ഉള്ളത്. ഈ ഫിഗറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഫസ്റ്റ് വൺ ഇസ് എക്സ്റ്റേണൽ ലെവൽ ഓർ വ്യൂ ലെവൽ, second one is logical level, third one is internal level or physical level. External level, it is the user interface level. നമുക്ക് ആ ഫിഗറിൽ തന്നെ കാണാം, ഫസ്റ്റ് ലെവലാണ് എക്സ്റ്റേണൽ ലെവൽ, അതായത് യൂസറുമായിട്ട് റിലേറ്റ് ചെയ്യുന്നൊരു ഫേസാണിത്. അതിൽ തന്നെ ഉണ്ട് വ്യൂ 1, വ്യൂ 2 എക്സെട്രാ അപ് ടു വ്യൂ n. അപ്പം ഓരോ യൂസറും എങ്ങനെ ഇതിനെ ഡീൽ ചെയ്യുന്നു എന്നുള്ളതാണ് ഈ എക്സ്റ്റേണൽ ലെവലിൻ്റെ അകത്ത് ഉള്ളത്. ഇറ്റ് വിൽ ഷോ ഹൗ ഡേറ്റ അപ്പിയർ ടു യൂസർ. അപ്പോൾ ഇതൊരു യൂസർ ഇൻ്റർഫേസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. യൂസറിന് ഈ ഡേറ്റ എങ്ങനെ കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു എക്സ്റ്റേണൽ ലെവലിൽ ഡീൽ ചെയ്യുന്നത്. സോ യൂസർ ഈ ഡേറ്റാബേസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ എങ്ങനെ ഈ ഡേറ്റാസ് യൂസറിന് കാണാൻ പറ്റുന്നു അല്ലെങ്കിൽ ഡീൽ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് എക്സ്റ്റേണൽ ലെവൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ദ ഡിസൈനിങ് ലെവൽ ഓഫ് ഇൻ്റർഫേസ് എന്ന് നമുക്ക് പറയാം. അതായത് ഒരു യൂസർ ഈ ഡേറ്റാബേസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ എങ്ങനെ ഈ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡേറ്റ യൂസറിന് കാണാൻ പറ്റുന്നു അല്ലെങ്കിൽ ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് എക്സ്റ്റേണൽ ലെവൽ ഡീൽ ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ദ യൂസർ ഇൻ്റർഫേസ് ആൻഡ് ഇറ്റ് വിൽ ഷോ ഹൗ ഡേറ്റ അപ്പിയർ ടു യൂസർ. അതുകൊണ്ടാണ് അവിടെ ആ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് വ്യൂ 1, വ്യൂ 2. ഓരോ യൂസറിനും ഓരോ ലെവൽ ഓഫ് വ്യൂസ് ആയിരിക്കും ഉള്ളത്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു കോളേജിൻ്റെ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെയൊക്കെ ഒരു ഡേറ്റാബേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഡിഫറെൻറ്റ് വ്യൂസ് ആയിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റിന് ലോഗിൻ ചെയ്യാൻ പറ്റുന്നൊരു വ്യൂ എന്ന് പറയുമ്പോൾ അവരുടെ ബേസിക് ഡീറ്റെയിൽസ് കാണാൻ പറ്റും, പിന്നെ അവരുടെ അക്കാഡമിക് ലെവലിലുള്ള ഡീറ്റെയിൽസ് കാണാൻ പറ്റും. ഇതെല്ലാം അതൊരു വ്യൂ. ഇനി ഫാക്കൽറ്റി ആണ് കയറുന്നതെന്നുണ്ടെങ്കിൽ അവരുടെ വ്യൂ എന്ന് പറയുന്നത് ബേസിക് ഡീറ്റെയിൽസ് പ്ലസ് സ്റ്റുഡൻസിൻ്റെ ഇൻറ്റേർണൽ മാർക്സ് അപ്ലോഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ കാണും. അങ്ങനെയുള്ള കുറച്ച് എക്സ്ട്രാ പ്രൊവിഷൻസ് അവർക്ക് കാണും. അങ്ങനെ ഓരോ യൂസറിനും ഓരോ ലെവൽ ഓഫ് വ്യൂസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. സോ അതാണ് എങ്ങനെ യൂസറിന് ഈ ഡേറ്റ കാണാൻ പറ്റുന്നു അല്ലെങ്കിൽ ഡീൽ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഈ എക്സ്റ്റേണൽ ലെവൽ ഡിസ്കസ് ചെയ്യുന്നു എന്ന് നമ്മൾ പറയുന്നൊരു ഉദ്ദേശത. സോ വ്യൂ 1, വ്യൂ 2, വ്യൂ 3 അങ്ങനെ എക്സെട്രാ അപ് ടു n എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് വ്യൂസ്, ഓരോ യൂസറിനും ഓരോ പ്രൊവിഷനായിരിക്കും ഉണ്ടാകുക. അതാണ് ഈ ഡിഫറെൻറ്റ് വ്യൂസ് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് എക്സ്റ്റേണൽ ലെവൽ ഓർ വ്യൂ ലെവൽ. ലോജിക്കൽ ലെവൽ, നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡേറ്റയുടെ ലോജിക്കൽ കൺസ്ട്രെയിൻസ് ആണ് ഈ ഒരു ലെവലിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഒരു കമ്മ്യൂണിറ്റി വ്യൂ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ലെവലിൽ നമുക്ക് ലോജിക്കൽ ലെവലിനെ പറയാം. കാരണം ഇതിൻ്റെ അകത്ത് സോഫ്റ്റ്വെയർ കോഡ്സും ആൻഡ് റൂട്ടീൻസ് ടു മാനേജ് ദീസ് കോഡ്സ് ആൻഡ് ടു ലിങ്ക് ദീസ് ഡേറ്റാസ് വിത്ത് എക്സ്റ്റേണൽ വ്യൂ ആൻഡ് ഇൻറ്റേർണൽ വ്യൂ. അതായത് രണ്ടിൻ്റെയും ഇടയിൽ, എക്സ്റ്റേണൽ ലെവലിൻ്റെയും ഇൻറ്റേർണൽ ലെവലിൻ്റെയും ഇടയിലുള്ള ഒരു ബ്രിഡ്ജായിട്ട് നമുക്ക് ഈ ലോജിക്കൽ ലെവലിനെ കൺസിഡർ ചെയ്യാം. കാരണം എക്സ്റ്റേണൽ ലെവല് തികച്ചും യൂസർ ഇൻ്റർഫേസ് ആണ് എന്നുണ്ടെങ്കിൽ ലോജിക്കൽ ലെവൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇന്നർ സോഫ്റ്റ്വെയർ കോഡ്, അതിൻ്റെ ലോജിക്കൽ വേർഷനാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് പലപ്പോഴും ഡേറ്റാബേസ് പ്രോഗ്രാമറിൻ്റെയും ഡേറ്റാബേസ് ഡിസൈനറിൻ്റെയൊക്കെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ടാണ് ഈ ഒരു ലെവല്
ഡീൽ ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ദ കോൺസെപ്ച്വൽ സ്കീമ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. സോ ഇറ്റ് ഈസ് എ ലിങ്ക് ബിറ്റ്വീൻ internal view and external view, and it defines all logical constraints that need to be applied on the data stored. Internal view or physical view. This level concern with how data stored in physical storage unit of computer system. ഈ ഒരു വ്യൂവിൽ ശരിക്കും സിസ്റ്റം അഡ്മിനിസ്ട്രേറ്ററുടെ അല്ലെങ്കിൽ ഡേറ്റ ബേസ് അഡ്മിനിസ്ട്രേറ്ററുടെ റോളാണ് കൂടുതലായിട്ടുള്ളത്. അതായത് ഒരു ഡേറ്റാബേസിൻ്റെ സ്ട്രക്ചർ എപ്പോഴും ഡിറ്റർമിൻ ചെയ്യുന്നത് അതിൻ്റെ അഡ്മിനായിരിക്കും, ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർക്കായിരിക്കും അതിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. സോ ആ ഡേറ്റാബേസ് അഡ്മിന് അല്ലെങ്കിൽ അവരുടെ അസിസ്റ്റൻസിനായിരിക്കും എപ്പോഴും ഈ ഡേറ്റാബേസിൻ്റെ സ്കീമയെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഉള്ളത്. അവർ തന്നെയാണ് ഡേറ്റ ഡെഫിനിഷൻ ലാംഗ്വേജുകൾ ഉപയോഗിച്ച് ഈ ഡേറ്റാബേസിനെ ഡിഫൈൻ ചെയ്യുന്നത്. നമ്മൾ സ്കീമയിൽ പറഞ്ഞായിരുന്നു, ഈ ഡേറ്റാബേസിനെ ക്രിയേറ്റ് ചെയ്യുന്നത്, അതിൽ ഓൾട്ടർ ചെയ്യുന്നത്, എന്തൊക്കെ വേണം വേണ്ട എന്ന് തീരുമാനിക്കുന്നത് ഒക്കെ അഡ്മിനാണ്. ശരിക്കും അതിൻ്റെ സ്ട്രക്ചറിനെയും അതിൽ വേണ്ടുന്ന കാര്യങ്ങളും എന്തൊക്കെ ഉണ്ടാവണമെന്ന് തീരുമാനിക്കുന്നത് എപ്പോഴും അഡ്മിൻ്റെ ഡ്യൂട്ടിയാണ്. സോ ഈ ഡേറ്റ എങ്ങനെ സ്റ്റോർ ചെയ്യാം എന്നുള്ള കോൺസെപ്റ്റാണ് ഇൻറ്റേർണൽ വ്യൂ അല്ലെങ്കിൽ ഫിസിക്കൽ, പേര് തന്നെയുണ്ട് ഇൻറ്റേർണൽ ഓർ ഫിസിക്കൽ വ്യൂ. ഒരു ഫിസിക്കൽ സ്റ്റോറേജ് യൂണിറ്റ് ഓഫ് എ കമ്പ്യൂട്ടർ സിസ്റ്റം, ഒരു എക്സ്റ്റേണൽ അല്ലെങ്കിൽ ഒരു ഡിവൈസിൽ നമ്മൾ ഇത് എങ്ങനെ സ്റ്റോർ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇൻറ്റേർണൽ വ്യൂ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇത് പ്യോർലി ഒരു അഡ്മിനിസ്ട്രേറ്ററുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് വരും. അഡ്മിനാണ് ഈ സ്കീമയും അല്ലെങ്കിൽ ഡേറ്റാബേസിൻ്റെ ഓവറോൾ ഡിസൈൻ തീരുമാനിക്കുന്നത്. അവർക്കായിരിക്കും ഇത് എവിടെ എങ്ങനെ ഈ ഡേറ്റ ആയിരിക്കണം എന്നുള്ളതും തീരുമാനിക്കാനുള്ള റെസ്പോൺസിബിലിറ്റി അവർക്ക് തന്നെയാണ്. സോ ദാറ്റ് ഈസ് ഇൻറ്റേർണൽ വ്യൂ ഓർ ഫിസിക്കൽ വ്യൂ. സോ ട്രീ സ്കീമ ആർക്കിടെക്ചറിൽ നമ്മൾ 3 ലെവൽസ് ഇപ്പോൾ കണ്ടു. ഫസ്റ്റ് വൺ ഇസ് എക്സ്റ്റേണൽ ഓർ വ്യൂ ലെവൽ. പേരിൽ തന്നെയുണ്ട് എക്സ്റ്റേണൽ. അപ്പം പുറത്തുനിന്ന് ഒരാൾ ഇതിനെ എങ്ങനെ നോക്കി കാണുന്നു എന്നുള്ളതാണ് എക്സ്റ്റേണൽ ലെവൽ അല്ലെങ്കിൽ വ്യൂ ലെവലിൽ പറയുന്നത്. ഓക്കെ, ഇറ്റ്സ് പ്യോർലി യൂസർ ഇൻ്റർഫേസ്. അതായത് ഈ ഡേറ്റ യൂസറിന് എങ്ങനെ കാണാൻ പറ്റുന്നു, നോക്കി കാണാൻ പറ്റുന്നു, അല്ലെങ്കിൽ അവർക്കിതെങ്ങനെ കാണുന്നു, അവരെങ്ങനെ ഇതിനെ കാണുന്നു എന്നുള്ളതാണ് എക്സ്റ്റേണൽ ലെവലിൽ പറയുന്നത്. ഇറ്റ് ഷോസ് ഹൗ ഡേറ്റ അപ്പിയർ ടു യൂസർ. സെക്കൻഡ് ലെവൽ ആയ ലോജിക്കൽ ലെവലാണെങ്കിൽ അതിൻ്റെ ലോജിക്കൽ കൺസ്ട്രെയിൻസ് ഒക്കെ ആയിരിക്കും അവർ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് കോൺസെപ്ഷ്യൽ സ്കീമ എന്ന് പറയുന്നത്, അതായത് ഇന്നർ സോഫ്റ്റ്വെയർ കോഡ്സും അതിൻ്റെ ലാംഗ്വേജ് പാർട്ടും ഈ ഡേറ്റ എക്സ്റ്റേണൽ ലെവലും ഇൻറ്റേർണൽ ലെവലുമായിട്ട് എങ്ങനെ ലിങ്ക് ചെയ്യുന്നു എന്നുള്ളതും ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് ലോജിക്കൽ ലെവൽ ഡീൽ ചെയ്യുന്നത്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇൻറ്റേർണൽ വ്യൂവിലേക്ക് വരുമ്പോൾ, അതായത് മൂന്നാമത്തെ ലെവലായ അല്ലെങ്കിൽ മൂന്നാമത്തെ വ്യൂ ആയ ഇൻറ്റേർണൽ ലെവൽ ഓർ ഫിസിക്കൽ ലെവലിലേക്ക് വരുമ്പോൾ എങ്ങനെ ഈ ഡേറ്റ അല്ലെങ്കിൽ എവിടെ നമ്മൾ ഇതിനെ സ്റ്റോർ ചെയ്യുന്നു, അതായത് അഡ്മിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് ഇതിനെ നമ്മൾ കാണുന്നത്. അതായത് ഈ ഓവറോൾ സ്ട്രക്ചർ അല്ലെങ്കിൽ സ്കീമായ എങ്ങനെ ഹൗ ദിസ് ഡേറ്റ സ്റ്റോർ ഇൻ എ ഫിസിക്കൽ സ്റ്റോറേജ് യൂണിറ്റ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം എന്നാണ് നമ്മൾ കണ്ടത്. സോ ഫസ്റ്റ് വൺ ഇസ് യൂസർ ലെവൽ, സെക്കൻഡ് വൺ ഇസ് ദറ്റ് എക്സ്റ്റേണൽ ലോജിക്കൽ ലെവലിൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ കോൺസെപ്ഷ്യൽ സ്കീം അല്ലെങ്കിൽ ലോജിക്കൽ കൺസ്ട്രെയിൻസ് ആണോ എന്നുണ്ടെങ്കിൽ, തേർഡ് വൺ ഇൻറ്റേർണൽ വ്യൂവിലേക്ക് വരുമ്പോൾ അത് ഈ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡേറ്റ എങ്ങനെ, ഈ ഡേറ്റ നമുക്ക് എങ്ങനെ സ്റ്റോർ ചെയ്യാം അല്ലെങ്കിൽ അതിൻ്റെ സ്കീമായ എങ്ങനെ നമുക്ക് ഡിറ്റർമിൻ ചെയ്ത് ഒരു എക്സ്റ്റേണൽ ഡിവൈസിലേക്ക് മാറ്റാം എന്നുള്ളതാണ് ഇൻറ്റേർണൽ ലെവലിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ 3 സ്കീമ ഓർ 3 ലെവൽ ആർക്കിടെക്ചർ. 3 ലെവൽസ് ആർ എക്സ്റ്റേണൽ, ലോജിക്കൽ ആൻഡ് ഇൻറ്റേർണൽ. ഡേറ്റാബേസിൻ്റെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ എപ്പോഴും 2 മാർക്കിന് ചോദിച്ച് അല്ലെങ്കിൽ 4 മാർക്കിനൊക്കെ ചോദിച്ച് കാണുന്ന ഒരു
ടോപ്പിക്കാണ് ഈ 3 സ്കീമ ഓർ 3 ലെവൽ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. Database instance. Database instance is a state of operational database with data at any given time. അതായത് ഒരു ടൈം ബേസിസിൽ, അതായത് ഒരു പെർട്ടിക്കുലർ ടൈമിൽ ആ ഡേറ്റാബേസിൻ്റെ ഒരു റിയൽ പിക്ചറാണ് ഡേറ്റാബേസ് ഇൻസ്റ്റൻസ് തരുന്നത്. അതായത് ഇറ്റ് കണ്ടെയ്ൻസ് എ സ്നാപ്ഷോട്ട് ഓഫ് ദ ഡേറ്റാബേസ് എന്ന് നമുക്ക് പറയാം. അതായത് ഒരു പർട്ടിക്കുലർ ടൈമിൽ ആ ഡേറ്റാബേസിൻ്റെ സ്റ്റേറ്റ് എന്താണ് എന്ന് സൂചിപ്പിക്കുന്നതാണ് ഡേറ്റാബേസിൻ്റെ ഇൻസ്റ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇത് ടൈം ബേസിസിൽ ഇത് ചേഞ്ച് ആവാം. അതായത് ഇത് ടൈം ബേസിസിലാണ് നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ ഒരു പർട്ടിക്കുലർ ടൈമിൽ അതിൻ്റെ സ്റ്റേറ്റ് എന്താണെന്നാണ് സൂചിപ്പിക്കുന്നത്. അത് ടൈം വേരി ചെയ്യുന്നതിനനുസരിച്ച് അവിടെ ചേഞ്ചസ് ഉണ്ടാകാം. സോ ടൈമിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാകുന്ന ഒരു സ്റ്റേജാണ് ഇൻസ്റ്റൻസിൽ പറയുന്നത്. സോ ഏതൊരു പെർട്ടിക്കുലർ ടൈം എടുത്താലും ആ സമയത്ത് ഡേറ്റാബേസിൻ്റെ സ്റ്റേറ്റിനെയാണ് ഡേറ്റാബേസ് ഇൻസ്റ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ടോപ്പിക് ഇസ് ഡേറ്റ മോഡൽ. നമ്മുടെ ഡേറ്റാബേസ് സബ്ജക്റ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടോപ്പിക്കുകളിലൊന്നാണ് ഡേറ്റ മോഡൽ എന്ന് പറയുന്നത്. ഈ ഡേറ്റ മോഡൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ ഡേറ്റയെ ലോജിക്കലി എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഡേറ്റ മോഡൽ എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് ഡിഫൈൻസ് ഹൗ ദ ലോജിക്കൽ സ്ട്രക്ചർ ഓഫ് എ ഡേറ്റാബേസ് ഇസ് മോഡൽഡ്. ഈ ഡേറ്റ മോഡൽസ് കൂടുതലായിട്ടും ഡിഫൈൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എങ്ങനെ ഈ ഡേറ്റയെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നു, ഈ ഡേറ്റയെ പരസ്പരം എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഈ ഡേറ്റയെ നമുക്ക് എങ്ങനെ പ്രോസസ്സ് ചെയ്യാൻ പറ്റും, അതിന് എങ്ങനെ ഈ സിസ്റ്റത്തിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യും, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് ഈ ഡേറ്റ മോഡൽ ഡീൽ ചെയ്യുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ നമുക്കൊരു ഡേറ്റ കിട്ടുവാണെങ്കിൽ, നമ്മൾ കുറച്ച് ഡേറ്റ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഡേറ്റ മോഡലാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എങ്ങനെ ഈ ഡേറ്റയെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും, ഈ ഡേറ്റയെ പരസ്പരം എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും, ഇതിനെ എങ്ങനെ പ്രോസസ്സ് ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂളാണ് ഈ ഡേറ്റ മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ഒരു കോൺസെപ്ഷ്യൽ ടൂൾ എന്ന് തന്നെ പറയാം. എന്ത്? ഫോർ ഡിസ്ക്രൈബിംഗ് ദ ഡേറ്റ, ദെയർ റിലേഷൻഷിപ്പ്, ഡേറ്റ സിമാൻറ്റിക്സ് ആൻഡ് ദ ഡേറ്റ constraints. So it is a collection of conceptual tool for describing the data relationship, data semantics and data constraints. Okay, അപ്പോൾ ഈ ഡേറ്റയെ ഡിസ്ക്രൈബ് ചെയ്യാനും അവരുടെ റിലേഷൻഷിപ്പിനെയും കൺസ്ട്രെയിൻസിനെയും ഒക്കെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെക്കാനിസമാണ് ഈ ഡേറ്റ മോഡൽ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. നമുക്ക് കിട്ടുന്ന ഏതൊരു ഡേറ്റയെയും കൃത്യമായിട്ട് നമുക്കതിനെ ഡിസ്ക്രൈബ് ചെയ്ത് അതിന് നമുക്ക് പോയിൻറ്റ് സോർട്ട് ഔട്ട് ചെയ്ത് അതിനെ പ്രോസസ്സ് ചെയ്ത് പരസ്പരം എന്തെങ്കിലും കണക്ഷൻസ് ഉണ്ടെങ്കിൽ അത് പോയിൻ്റ് ചെയ്ത് അതിന് വേണ്ടുന്ന എന്തൊക്കെ കാര്യങ്ങൾ നമുക്കതിൽ ചെയ്യണോ ആ മാനിപ്പുലേഷൻസ് എല്ലാം അതിൽ നടത്തി നമുക്ക് കൃത്യമായിട്ട് എവിടെയാണോ ഇതിനെ സ്റ്റോർ ചെയ്യേണ്ടത് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് കൃത്യമായൊരു ഐഡിയ തരാൻ സാധിക്കുന്ന ഒന്നാണ് ഈ ഡേറ്റ മോഡൽ എന്ന് പറയുന്നത്. സോ ഈ മോഡലിലൂടെയാണ് നമ്മളിത് എങ്ങനെ ആയിരിക്കണം എന്ന് തീരുമാനിക്കുന്നത്. സോ ദാറ്റ് ഈസ് ഡേറ്റ model. It is a conceptual tool for describing the data. ഈ ഡേറ്റ മോഡൽ കുറേ അധികം ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. സോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഡേറ്റ മോഡൽ. നമ്മൾ പറഞ്ഞു ഇതിന് ഡേറ്റയെ കൃത്യമായിട്ട് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ടൂളാണ് ഈ ഡേറ്റ മോഡൽ എന്ന് പറഞ്ഞു. സോ ഒന്നിലധികം ഡേറ്റ മോഡൽസ് നമുക്ക് അവൈലബിൾ ആണ്. അതിൽ നിന്ന് നമുക്ക് സൂട്ടാവുമെന്ന് തോന്നുന്നത് അല്ലെങ്കിൽ ഏറ്റവും പ്രാക്ടിക്കലി ഏറ്റവും ബെറ്റർ എന്ന് തോന്നുന്നതിന് നമ്മൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ ദീസ് ഡേറ്റ മോഡൽ ആർ ക്ലാസിഫൈഡ് ഇൻ ടു 3. First one is object based conceptual data model. Second one is record based model
ആൻഡ് തേർഡ് വൺ ഇസ് ഫിസിക്കൽ ഡേറ്റ മോഡൽ. അപ്പോൾ ഈ ഡേറ്റ മോഡലിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒബ്ജക്റ്റ് ബേസ്ഡ് ഡേറ്റ മോഡൽ, റെക്കോർഡ് ബേസ്ഡ് ഡേറ്റ മോഡൽ ആൻഡ് ഫിസിക്കൽ ഡേറ്റ മോഡൽ. ഈ ഡേറ്റ മോഡലുകളിലൊക്കെയും തന്നെ ഇതിന് സബ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതായത് ഒബ്ജക്റ്റ് ബേസ്ഡ് ഡേറ്റ മോഡൽ കാറ്റഗറിയിൽ വരുന്നതാണ് ER മോഡൽ, എൻറ്റിറ്റി റിലേഷൻഷിപ്പ് മോഡൽ എന്ന് പറയുന്നത്. വൈഡ്ലി യൂസ് ചെയ്ത് വരുന്നിട്ടുള്ളൊരു മോഡലാണ്, ഇപ്പോഴും അക്സെപ്റ്റൻസ് ഉള്ള ഒന്നാണ് ER മോഡൽ. നമ്മുടെ സിലബസിൽ ഒരു മൊഡ്യൂൾ തന്നെയുണ്ട് ER മോഡലിനെ പറ്റി പഠിക്കാനായിട്ട്. അവിടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യും. സെക്കൻഡ് വൺ റെക്കോർഡ് ബേസ്ഡ് മോഡലാണ് നമ്മൾ പറഞ്ഞു. അതിന് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: റിലേഷണൽ മോഡൽ, നെറ്റ്വർക്ക് മോഡൽ ആൻഡ് ഹൈറാർക്കിക്കൽ മോഡൽ. ആൻഡ് തേർഡ് വൺ ഇസ് ഫിസിക്കൽ ഡേറ്റ മോഡൽ. ഇന്നത്തെ സെഷൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ റിമൈനിങ് പാർട്ട് നെക്സ്റ്റ് സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം താഴെ കൊടുത്തിട്ടുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് തുടർന്നുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കൃത്യമായിട്ട് കിട്ടുന്നതായിരിക്കും. സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ് ബോസ്കോ ക്യാമ്പസ് വിഷൻ. ബൈ.